ഹായ് ഹലോ ലിവിങ് ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ, മൂന്നാർ ട്രിപ്പാണ് നമ്മൾ പുലർച്ചെ 4 മണിക്കാണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. തൃശ്ശൂർ ഉള്ളൂക്കരയാണ് എൻ്റെ വീട്, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ, പാലക്കാട് പോകുന്ന തൃശ്ശൂർ പാലക്കാട് നാഷണൽ ഹൈവേ ആണിത്. അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മുടെ യാത്ര അങ്ങ് തുടങ്ങുകയാണ്. നമ്മൾ യാത്ര തുടങ്ങി ഒരു 2 മണിക്കൂറോളം നമ്മൾ വേറെ എവിടെയും നിർത്തിയിട്ടില്ല, കണ്ടിന്യൂസ് യാത്ര തന്നെയായിരുന്നു. അതിനുശേഷം നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോഴാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഇവിടെ വഴിയിലൊക്കെ നല്ല കോടയുണ്ടായിരുന്നു. മോർണിംഗ് യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. വലിയ ട്രാഫിക് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഇടയിൽ കിട്ടിയായിരുന്നു കേട്ടോ, ചെറുതായിട്ട്, വലിയ മഴയൊന്നും അല്ലായിരുന്നു. ഈ ഒരു ഏരിയയിലൊക്കെ നല്ലോണം മഞ്ഞുണ്ടായിരുന്നു, നല്ല തണുപ്പും നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. മൂന്നാർ നമ്മൾ ഓൾറെഡി ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 2.5 മണിക്കൂർ കൂടി നമ്മൾ ചായ കുടിച്ച സ്പോട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഡയറക്റ്റ് റിസോർട്ട് അങ്ങനെയല്ല ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇടയിൽ നല്ല നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ അവിടെ ഇറങ്ങി അത്യാവശ്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ല രസമുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അത് ആകാശത്ത് നല്ല മഴക്കാർ വരുന്നുണ്ടായിരുന്നു, അതുപോലെ നല്ല കോടയും നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലായിരുന്നു യാത്ര ചെയ്യാനായിട്ട്. നല്ല ഫീൽ ഗുഡ് സോങ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ക്ലൈമറ്റിലെ യാത്ര ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേര്യമംഗലം പാലം എത്തി. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു പാലം എന്ന് പറയുന്നത് മൂന്നാറിൻ്റെ വ്ളോഗുകളിൽ, എല്ലാ വ്ളോഗുകളിലും ഒരുവിധം കാണാൻ പറ്റുന്ന ഒരു പാലമാണിത്. 1935 ഓപ്പൺ ചെയ്തിട്ടുള്ള ഈ ഒരു പാലം എന്ന് പറയുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിനെയും അതുപോലെ എറണാകുളം ഡിസ്ട്രിക്റ്റിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. ഗേറ്റ് വേ ടു ദ ഹൈ റേഞ്ചസ് എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് ഇതിന്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഹൈ റേഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു പാലമാണിത്, ഈ ഒരു ബ്രിഡ്ജ്. അപ്പോൾ NH85 പാട്ട് കൂടിയാണ്. അങ്ങനെ നമ്മൾ അതും കടന്ന് പോയോണ്ടിരിക്കുകയാണ്. ഫോറസ്റ്റ് ഏരിയ ആണ്, കോടയൊക്കെ കുറേശ്ശെ മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ വഴിയിൽ നമ്മുടെ കുറച്ച് ടീമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നാറിലേക്കുള്ള ഫസ്റ്റ് ഹെയർ പിന്നാണ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആനത്താരയാണ് പ്ലേസ് വരുന്നത്. എലിഫൻറ്റ് സോണാണ്, ബോർഡുകളൊക്കെ വെച്ചിട്ടുള്ളത് കാണാം. അത് മാത്രമല്ല വഴിയിലെ കുഞ്ഞു കുഞ്ഞു വാട്ടർഫോൾസ് ഒക്കെ കാണാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചീയപ്പാറ വാട്ടർഫോൾ എത്താറായി കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാർ പോകുന്നവർ ഒരുവിധം എല്ലാവരും അവിടെ ഇറങ്ങി കുറച്ച് നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പ്ലേസാണ്. മാത്രമല്ല അവിടെ ട്രക്കിങ്ങിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഗ്രീനറിയും നല്ലൊരു അടിപൊളി വാട്ടർഫോളാണ്. അതിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാളറ വാട്ടർഫോൾസും എത്തും. അടിമാലി ടൗണിന് കുറച്ച് അടുത്താണ്, കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ അടിമാലി ടൗണും ആവും.
ചീയപ്പാറ വാട്ടർഫോളിൻ്റെ അവിടെയാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് മൂന്നാറിലേക്ക് പോകുന്ന ഒരു റൂട്ടിലുള്ളത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇപ്പോൾ മഴക്കാലമായ കാരണമാണെന്ന് തോന്നുന്നു. നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിയിലെ ഫസ്റ്റത്തെ ഏറ്റവും വലിയ വാട്ടർഫോൾ. ചെറിയ ചെറിയ വാട്ടർഫോൾസ് ഇടയിലുണ്ടെങ്കിലും ഒരു പ്രത്യേക വൈബാണ് ഇവിടെ എന്ന് പറയുമ്പോൾ. അടിപൊളിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടാണ്. ഇവിടെ കടകളൊക്കെ ഓപ്പൺ ആവുന്നേ ഉള്ളൂ. രാവിലെ ഏകദേശം ഒരു 7:15 ആയിട്ടുള്ളൂ. ഇവരെല്ലാവരും ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നോരോന്ന്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ട്രാവൽ ചെയ്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വാളറ വാട്ടർഫോൾസിൻ്റെ അടുത്താണ് കേട്ടോ. കുറച്ച് ദൂരമുള്ളൂ ചീയപ്പാറയിൽ. അവിടെ നിന്ന് മൺസൂൺ സീസൺ കൂടി ആയ കാരണം നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് അകലെന്നുള്ള വ്യൂ ആണ് കേട്ടോ അത്. നമ്മൾ റോഡിൽ നിന്നുകൊണ്ടുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരുപാട് ചെയിൻ വാട്ടർഫോൾസിൻ്റെ ഒരു സംഗമമാണ് വാളറ വാട്ടർഫോൾസ്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ഒരു ചോക്ലേറ്റ് മ്യൂസിയം കണ്ടു. അതിനുശേഷം അവിടെ അറ്റത്തൊരു ഡാം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ അങ്ങോട്ട് നടന്നു. ഈ ഒരു ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡിഫറെൻറ്റ് വ്യൂസ് ആണ് രണ്ട് സൈഡിലും. ഒരു സൈഡിൽ ഭയങ്കര കാമായിട്ട് ഒഴുകുന്ന വെള്ളം, ഒരു സൈഡിൽ എല്ലാവിധ രൗദ്രഭാവത്തോടു കൂടി ഒഴുകുന്ന വാട്ടർഫോളും. അപ്പോൾ ശരിക്കും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ശക്തമായ ഒഴുക്കായിരുന്നു വാട്ടർഫോളിൻ്റെ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ പേടിയാവുന്നുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അരുത്ത് നിൽക്കുമ്പോൾ കാലൊക്കെ വിറയ്ക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന ചാറ്റൽ മഴയും നല്ല ഗ്രീനറിയും നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ദാ ഇവിടെ അടുത്ത് ഒരു റിവർ വ്യൂ കഫേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വാട്ടർഫോളിൻ്റെ സൈഡിലാണ്. നല്ല രീതിയിൽ നമുക്കതിൻ്റെ വ്യൂ കിട്ടും ഇവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കുമ്പോഴൊക്കെ. ഞാൻ മുന്നേ മൂന്നാറിൻ്റെ പല വ്ളോഗ്സും കണ്ടപ്പോൾ അതിൽ ഈ ഒരു കഫേ ഞാൻ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും അവിടെ തന്നെ വന്നു. നല്ല രസമില്ലേ കാണാനായിട്ട്. ഈ ഒരു വാട്ടർഫോളിൻ്റെ അടുത്താണ് ഇതുള്ളത്. അങ്ങോട്ടേക്ക് വ്യൂ വരുന്ന രീതിയിൽ. നമ്മളിപ്പോൾ പോകുന്നത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ടുള്ള ആ ഒരു വഴിയിൽ കൂടെയാണ് കേട്ടോ. അതായത് കുറച്ചും കൂടി ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൈബ്സൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മളോട് പറഞ്ഞത് ആ ടീ ഷോപ്പിലെ ചേട്ടനാണ്. നമ്മൾ ചായ കുടിക്കുന്ന സമയത്ത് രണ്ട് ചേട്ടന്മാർ, ആ നാട്ടിലുള്ള രണ്ട് ചേട്ടന്മാർ ആ ഷോപ്പിലെ ചേട്ടനായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കേട്ടു. അപ്പോൾ നമ്മൾ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഇങ്ങനെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആനേനെ കാണാൻ വേണ്ടി പോകുന്നതല്ല കേട്ടോ. അപ്പോൾ ഒരു ഫോറസ്റ്റ് വഴിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ്, അങ്ങനെ ഞങ്ങൾ പോയതാണ്. പക്ഷേ സേഫാണ്. ആന ഉൾക്കാട്ടിലേക്ക്
പോയിട്ടുണ്ട്, ഈ ഒരു ടൈം ആയ കാരണം ഈ പുൽക്കാട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധൈര്യത്തിലാണ് നമ്മൾ പോയത്. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, മണ്ണിൻ്റെ വഴിയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ആന വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള പേടി കൊണ്ട് ഞാൻ അജയൻ്റെ അടുത്ത് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം ഉൾക്കാട്ടിലേക്കൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞാലും നമുക്ക് നല്ല പേടിയുണ്ടായിരുന്നു. വണ്ടികളൊക്കെ പക്ഷെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എൻജോയ്ഡൻ പക്ഷെ നല്ല എക്സൈറ്റഡ് ആയിരുന്നു, നമുക്ക് കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ആദിവാസികളുടെ സ്ഥലമാണ്, അവരുടെ വീടും കാര്യങ്ങളൊക്കെയുള്ള സ്ഥലമാണ്, കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഇത് മൂന്നാറിലേക്ക് പോകുന്ന റൂട്ടിൽ നമ്മളിങ്ങനെ വെറുതെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ വണ്ടി തിരിച്ച് ഈ വഴിയിലൂടെ വന്നതാണ് കേട്ടോ. അപ്പോൾ അതാ 2 വണ്ടിയൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അക്കൂട്ടത്തിൽ ആന കൂടി വന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ എൻജോയ്ൻ്റെ അടുത്ത് പോവാന്ന് പറയുന്നുണ്ടായിരുന്നത്. പ്രശ്നമുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിട്ടുണ്ട് ആന എന്നൊക്കെ പറഞ്ഞു അവർ. എന്നാലും എന്തിനാ വെറുതെ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പുലാസ് ട്രാവൽ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ നമ്മൾ വണ്ടി സൈഡാക്കി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഉറക്കമൊക്കെ മാറ്റി ഫ്രഷ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നത്. മൂന്നാറിലേക്ക് നമ്മൾ വീണ്ടും യാത്ര തുടരാണ്. അടിമാലിയിലല്ലേ കിടന്നുറങ്ങിയ ചേട്ടാ? അടിമാലി എത്തുന്നതിന് മുന്നേ കുറച്ച് മുന്നേ സൈഡാക്കി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ റെസ്റ്റ് എടുത്ത് ഇപ്പം നമ്മൾ ഫുഡ് കഴിച്ച് വീണ്ടും യാത്ര തുടരാണ്. മൂന്നാറിലേക്ക് കാണിക്കുന്നത്, റിസോർട്ടിലേക്ക് ചിലപ്പോൾ കുറച്ചുകൂടി ഉണ്ടാവുമായിരിക്കും, എന്നാലും ഒരു 45 അതിനുള്ളിൽ അത്ര ഉണ്ടാവില്ല മേ ബി. അപ്പോൾ അങ്ങനെ എത്തും, നമ്മൾ ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റും റിസോർട്ടിൽ. അങ്ങനെ അപ്പോൾ പോണ വഴിയിൽ ഇനിയിപ്പോൾ അറിയില്ല, പോണ വഴിയിൽ കൂടുതൽ കാഴ്ചകൾ ഉണ്ടെങ്കിൽ ഇനിയും ലേറ്റ് ആവും. നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങി നിന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. കുറച്ചുകൂടി ട്രാവൽ ചെയ്തപ്പോൾ അവിടെ ഇങ്ങനെ സിപ്പ് ലൈനിൻ്റെ സ്ഥലം കണ്ടു. അപ്പോൾ ഇത് പെർ ഹെഡ് അവർ 500 ആണ് നമ്മുടെ അടുത്ത് റേറ്റ് പറഞ്ഞത്. പിന്നെ മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ, പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ ഒരു പോകണം എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഹൈറ്റ് അത്യാവശ്യം പേടിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻജോയിനോട് ട്രൈ ചെയ്തോളാൻ പറഞ്ഞു, ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എൻജോയിട്ട് പറഞ്ഞു നീയും കൂടി ഉണ്ടെങ്കിലേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മഴ വന്നപ്പോൾ പിന്നെ നമ്മളതിൽ കയറിയില്ല കേട്ടോ. കയറണമെന്നും ഉണ്ടായിരുന്നു, ഇങ്ങനെ വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നത്. 1 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. മലയുടെ മുകളിലാണ് ഫസ്റ്റ് നല്ല സ്ഥലങ്ങളാണ് കാണാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വ്യൂ പോയിന്റിലാണ്. പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിൻ്റെ
കരടിപ്പാറ വ്യൂ പോയിന്റ്. കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ട് വരാനുള്ളൂ. ഇപ്പോൾ ഇവിടെ ഫ്രീ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെ ഓപ്പോസിറ്റ് ഷോപ്പിലുള്ള ചേട്ടന്മാർ പറഞ്ഞത് ഇപ്പോൾ ഫ്രീ ആണെന്നാണ്. അപ്പോൾ കുറച്ച് സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ ഇങ്ങനെ മേലെ ഇങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ടൊരു ഷെഡ് പോലെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ്. ഞാൻ പൂവണ്ടാന്ന് പറഞ്ഞതാ കുട്ടേട്ടാ. അധികം ധൈര്യമില്ലാത്ത ഇവിടെ നിൽക്കാം. അങ്ങനെ ആ തേയിലത്തോട്ടങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ഫോറസ്റ്റാണ് കണ്ടുകൊണ്ടിരുന്നിരുന്നത്. ഇപ്പോൾ ദാ തേയിലത്തോട്ടങ്ങളുടെ വ്യൂ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ മൂന്നാർ ടൗണും കടന്ന് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് നേരത്തെ നമ്മൾ കണ്ടത് മൂന്നാർ ബസ് സ്റ്റാൻഡാണ്. അങ്ങനെ ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നത് നമ്മുടെ റിസോർട്ടിലേക്കാണ്. മൂന്നാർ ടൗണും കടന്ന് ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളൊക്കെ സൈഡാക്കിയിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. നല്ല അടിപൊളി വ്യൂ ആണ്. നമ്മൾ കുറച്ചൊക്കെ നിർത്തി കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് റോഡ് വഴിയാണ് നമ്മൾ പോകേണ്ടത്. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്നതാണ് ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. മൂന്നാറിലെ വൺ ഓഫ് ദ മെയിൻ അട്രാക്ഷനാണ്. ഗ്യാപ്പ് റോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് വശത്തും കാണുന്ന ഗ്രീൻ ടീ പ്ലാന്റേഷനാണ്. എടുത്തു പറയേണ്ടത് ഈ ഒരു വ്യൂ തന്നെയാണ്. ഇതിലൂടെ പോകുമ്പോൾ അടിപൊളി വ്യൂ ആണുള്ളത്. ഗ്യാപ്പ് റോഡ് ഏറ്റവും കാണാൻ ഭംഗിയുള്ള സമയം എന്ന് പറയുന്നത് ഈവനിങ് ആണെന്ന് കേട്ടിട്ടുണ്ട്. നല്ല ഓറഞ്ച് ഗ്ലോവും ഈ ഒരു ഗ്രീനറിയിൽ വരുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണെന്ന് കേട്ടിട്ടുണ്ട്. നമ്മൾ ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഒരുപാട് വണ്ടികൾ സൈഡാക്കി വ്യൂ ഒക്കെ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. മൂന്നാറിലൊരു മസ്റ്റ് വിസിറ്റ് ഡെസ്റ്റിനേഷനായ മാട്ടുപ്പെട്ടി ഇതിനടുത്താണ് കേട്ടോ. ഗ്യാപ്പ് റോഡിനടുത്താണ്. കുറച്ച് നേരം നമ്മൾ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതായത് നമ്മുടെ റിസോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. ഉച്ച സമയമാണെന്ന് തോന്നത്തേയില്ല. ഒരു വെയിലും ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റും കോടയൊക്കെ ആയിരുന്നു.
ഇപ്പം സമയം 12:45. അങ്ങനെ നമ്മൾ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ നോക്കി നമ്മളതിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞു. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഉച്ച സമയത്ത് കോടയാണ് കേട്ടോ അത്. നല്ല കോടയായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടികൾ വരുന്നതൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ലൈറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ വണ്ടികളൊക്കെ. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കോടയിൽ കൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ശരിക്കും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. നോക്കി വളക്കി വളവാണെനിക്കറിയാം. വീടുകളിലെ മനസ്സുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരില്ലേ? ഉണ്ട് കോടകാർ. എന്റെ പൊന്നോ, നല്ല റോഡുണ്ട്, പക്ഷെ ഒന്നും കാണില്ല എന്ന് മാത്രം. പുറത്തടെ നമ്മൾ റിസോർട്ടിലെത്തി. ഇങ്ങോട്ട് ചെറിയ വഴിയാണ്, ഇങ്ങോട്ട് തിരിക്കണം. വണ്ടി പോവും. അത് വിളിക്കണ്ടല്ലോ, നോക്കി വെക്കണം. ഞങ്ങൾ പോയി അവിടെ എത്തിയിട്ട് വന്നാൽ മതി. ബാക്കിലേണ്ട കണ്ണും കാണുന്നില്ല, ചെവിടും കേൾക്കില്ല. ശിവനെ പറഞ്ഞ അവസ്ഥ. അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നമ്മുടെ റൂമിലെത്തി. ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇരിക്കുകയാണ്. നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ബാൽക്കണിയുള്ള റൂമായിരുന്നില്ല കേട്ടോ നമുക്ക് കിട്ടിയത്. പക്ഷേ എങ്കിൽ കൂടി നല്ല രസമുണ്ടായിരുന്നു. നല്ല തണുപ്പും നല്ല വ്യൂ ഒക്കെ ആയിരുന്നു. നമ്മുടെ ഫേവറേറ്റ് പ്ലേലിസ്റ്റിലെ സോങ്സൊക്കെ വെച്ച് നമ്മളങ്ങനെ റിലാക്സ് ആയിട്ട് കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. നമ്മൾ ടയേർഡായിരുന്നല്ലോ ട്രാവൽ ചെയ്തിട്ട്, അപ്പോൾ ഒന്ന് സെറ്റാകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് റിസോർട്ടിലെ ലഞ്ച് അന്ന് അവിടെ അവൈലബിൾ ആയിരുന്നില്ല, അവിടുത്തെ ഷെഫ് ലീവായിട്ട്. അപ്പോൾ നമ്മളാകെ പെട്ട അവസ്ഥയായി. നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോകേണ്ട അവസ്ഥയായി. അവിടെ അടുത്ത് ഹോട്ടൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ദേവികുളത്ത് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ദേവികുളത്താണ് പിന്നെ ഹോട്ടൽസ് ഉണ്ടായിരുന്നത്. നമ്മൾ അതിൽ നിന്നും തിരിഞ്ഞു പോയി കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് തമിഴ്നാട് ആയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അതിനുശേഷം നമ്മൾ തിരിച്ച് റിസോർട്ടിൽ വന്നു. റിസോർട്ടിലൊരു ആംബിയൻസ് ആണ് ഇത് കേട്ടോ. വീഴണ്ടട്ടാ.
നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത്. നല്ല തണുപ്പായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് റിസോർട്ട് ശരിക്കും നമ്മൾ നടന്ന് കാണുന്നത് ഇപ്പോഴാണ്. പക്ഷേ നല്ല ഇരുട്ടായി. അപ്പോൾ അത് കാരണം ഇതിൻ്റെ പല ഭാഗത്തും നമുക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഫുൾ ഇരുട്ടും അവിടെ ലൈറ്റ്സ് ഒന്നും ഇല്ലാണ്ട്. അപ്പോൾ നമുക്ക് നാളെ മോർണിംഗ് ഒന്നുകൂടി ഇത് ഇവിടെയൊക്കെ വന്ന് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഡിന്നറിന് എന്ത് കഴിക്കും എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് നമ്മൾ നോർമൽ ചോറും ഫിഷ് ഫ്രൈയും ഒക്കെ നമ്മൾ പുറത്തൊരു ചെറിയ ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്തത് മിക്സഡ് നൂഡിൽസ് ആയിരുന്നു. അത് കഴിക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. നാളെ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുലർച്ചെ നമ്മൾ കൊളുക്കുമല കാണാൻ വേണ്ടി പോവാണ്. അപ്പം 4 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാനാണ് റിസോർട്ടിലുള്ളവർ പറഞ്ഞത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് സൺറൈസ് കാണാനായിട്ട് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അതിനുള്ള പ്ലാനിലാണ്. ഡിന്നർ കഴിച്ച് കിടക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.